ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി പാൻകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കുന്നത്. നമ്മുടെ കുട്ടീസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. കുട്ടീസിനെ മാത്രമല്ല, നമുക്ക് മുതിർന്നവർക്കും ഇഷ്ടമാകും. എന്താണെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റിയാണ്. എനിക്ക് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് നമുക്ക് തയ്യാറാക്കാനാണെങ്കിൽ ഓവനോ ബീറ്ററോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള അതേ ഐറ്റംസ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാനും പോകുന്നത്. ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് വീട്ടിലെടുക്കാവുന്ന ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ? അതിനാവശ്യമായിട്ട് ഇവിടെ 2 കോഴിമുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇവിടെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിൽ ബീറ്ററിൻ്റെ ഒരു ആവശ്യമില്ല, ഒരു വിസ്ക് ഉണ്ടെങ്കിൽ മാത്രം മതിയാകും. നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ബീറ്റായി വരുന്ന സമയത്തിന് നമുക്ക് ഒരു കപ്പ് പാൽ, ഒരു 250 ml ഒരു കപ്പ് പാലാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ആ ഒരു കപ്പിൽ 3/4 കപ്പോളം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 250 ml അളവിൽ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയുടെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവേ. ഈ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇതാവട്ടോ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് ഇളക്ക് നിർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കി ഒരു പാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ട് ചൂടായതിനു ശേഷം ഇതുപോലൊരു തവി നമുക്കിതുപോലെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമും വേണ്ട, ഹൈ ഫ്ലെയിമും വേണ്ട. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാനിവിടെ പാൻകേക്ക് കാണിച്ചേക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ എല്ലാ ഐറ്റംസ് കാണും. ഇതേ സമയം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് പാനിൽ കിടക്കേ വേണ്ടുള്ളൂ. നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാ പാൻകേക്കും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുവാണ്. ഈസിയാണ്. കണ്ടോ, അകവും പുറവും തിരിച്ചിട്ടിടുമ്പോൾ നന്ന ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് നിർത്തി കൊടുക്കാം. ഇങ്ങനെ ആരും എടുത്ത് വെറുതെ കഴിച്ച് ടേസ്റ്റ് നോക്കി കഴിച്ചേക്കരുതേ. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അത് എന്തായിക്കോട്ടെ, ഹണി ഒഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. എൻ്റെ അടുത്ത് ഹണി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് ഗനാഷാക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ഗനാഷോ വൈറ്റ് ഗനാഷോ എന്ത് വേണേലും നമുക്കിതിലേക്ക് ഒഴിക്കാം. അടിപൊളി ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുതേ. ചെയ്ത് നോക്കിയിട്ട് ശരിയാവണം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് ഇനി നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാമേ. ടാറ്റ, ഓക്കെ.